इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः बलदेवानन्दसागरः. കാലം കോറിയിട്ട ഓർമ്മകളിൽ എപ്പോഴൊക്കെയോ നമ്മുടെ വീട്ടുപരാന്തിയിലും വഴിയോരത്തെ ചായക്കടയിലും കേട്ടുമറന്ന ശബ്ദമില്ലേ? സംസ്കൃതത്തെ ഇത്രയധികം നമ്മുടെ ജീവിതത്തോട് ചേർത്തതിന് ബലദേവാനന്ദ് സാഗറിന്റെ ശബ്ദത്തിന് വലിയ പങ്കുണ്ട്. ആകാശവാണി എന്ന വാക്കിന് നമ്മളിട്ട പര്യായ പദം. 80കളിലും 90കളിലുമൊക്കെ വളർന്ന മലയാളികൾക്ക് ഗൃഹാതുരത്വത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ആ ശബ്ദം. പിന്നിട്ട വഴികളിലും കടന്നുപോയ കാലങ്ങളിലും ആ ഓർമ്മയിങ്ങനെ തളം കെട്ടിക്കിടപ്പുണ്ട്. 1974 അദ്ദേഹം താൽക്കാലിക പോസ്റ്റിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമാകുന്നത്. ജൂൺ 30 രാവിലെ 9 മണിക്ക് 5 മിനിറ്റ് സംസ്കൃതത്തിൽ വാർത്താ വായന തുടങ്ങി. ആളുകളത് ഏറ്റെടുത്തു. പ്രേക്ഷക പ്രശംസ മാനിച്ച് വൈകിട്ട് 6:10 5 മിനിറ്റ് സംപ്രേഷണം ആരംഭിച്ചു. പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങൾ അത്രയും വാർത്തകളുടെ ആദ്യ രൂപം മുതൽ വളരെ ദൃഢമായി വ്യക്തതയോടെ സംസ്കൃതത്തിൽ അവതരിപ്പിച്ചിരുന്ന കാലം. ഭാഷയെ അറിഞ്ഞില്ലെങ്കിൽ കൂടെയും ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം നമ്മൾ വളരെ കൗതുകത്തോടെ കേട്ടിരുന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നതും രാജീവ് ഗാന്ധി വധവും ഗുജറാത്ത് കലാപവുമൊക്കെ വികാരങ്ങളുടെ കെട്ടുമാറാപ്പുകൾക്ക് വിധേയത്വപ്പെടാതെ അവതരിപ്പിക്കേണ്ടി വന്നത് അദ്ദേഹം ഇപ്പോഴും ഓർത്തിരിക്കും. 2013 ആകാശവാണിയിൽ നിന്ന് വിരമിച്ചെങ്കിലും പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിനെ പ്രസാർ ഭാരതിക്ക് വേണ്ടി സംസ്കൃതത്തിൽ തർജ്ജിമ ചെയ്ത് അദ്ദേഹം ഇപ്പോഴും ഈ രംഗത്ത് നിറസാന്നിധ്യമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് റേഡിയോയുടെ മാഹാത്മ്യം ചൊല്ലി നൽകുന്നതിനൊപ്പം ലോക സംസ്കൃത മീഡിയ കൗൺസിൽ അധ്യക്ഷൻ എന്ന നിലയിൽ സംസ്കൃതത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും സ്വന്തം അടയാളം പതിപ്പിച്ച വ്യക്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.